വിവോയുടെ വിവോ Y400 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y400 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം 6000 mAh ബാറ്ററിക്ക് ഇതിൽ വരും. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരും. അത് മാത്രമല്ല 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ വരും. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇനി ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. AMOLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇതിൽ പഞ്ചോൾ ഡിസൈൻ വരും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ വരും. IP68 69 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മികച്ചൊരു IP റേറ്റിംഗ് ഇതിൽ വരും. പിന്നെ ഈ ഫോണിൻ്റെ ഗ്ലാം വൈറ്റ് അതുപോലെ തന്നെ ഒലീവ് ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആയിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ വില ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സർ അത്ര മികച്ചൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറൊന്നും ആയിരിക്കില്ല. ഇപ്പം ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു 10,000-13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന ഫോണുകൾക്ക് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. അപ്പം പ്രോസസ്സർ കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആയിരിക്കും. പൊതുവേ വിവോയുടെ Y സീരീസിൽ അങ്ങനെയാണ്, ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ കാണാറില്ല. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 8 GB റാം ആയിരിക്കും വരിക. Android 15 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് സോഫ്റ്റ്വെയർ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. 50 MP മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. വോയിസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പിന്നെ 2 MP ഒരു സെക്കൻഡറി സെൻസറും വരുന്നതായിരിക്കും. സെൽഫി ക്യാമറയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പം ഇതിലൊരു 16 MP സെൽഫി ക്യാമറ വന്നേക്കാം. അപ്പം തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വന്നേക്കാം എന്നേ ഉള്ളൂ. അത്ര മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഒന്നും ഇതിൽ വരാൻ ചാൻസ് ഇല്ല. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ മെയിൻ ക്യാമറ സെൻസറിൽ വോയിസിൻ്റെ സപ്പോർട്ട് മിക്കവാറും ഉണ്ടാവില്ല. അപ്പം അത്ര മികച്ചൊരു ക്യാമറ സെറ്റപ്പും ഇതിൽ വരില്ല. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ August 4 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയായിട്ടുള്ള കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വില ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ടായിരിക്കും വരിക എന്നാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നതായിരിക്കും. തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും വരും. നല്ലൊരു IP റേറ്റിംഗും വരുന്നതായിരിക്കും. പക്ഷേ പ്രോസസ്സറും ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിക്കൊള്ളണം എന്നില്ല. എന്തായാലും വിവോയുടെ Y400 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.